ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ചാനലുകാരോട് അനുമോളെ ഫ്രണ്ടും ചേച്ചിയും ഒരു ഷോ നടത്തുന്നുണ്ട്. അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരതിൽ പറയുന്നത് മറ്റുള്ള പി ആറുകളൊക്കെ അനുമോളെ താഴ്ത്തി കെട്ടാൻ നോക്കുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഇത്രയും ദിവസം ഈ കണ്ടുകെട്ടിരിക്കുന്ന കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം ഏറ്റവും കൂടുതൽ പി ആർ വർക്ക് ചെയ്യുന്നത് അനുമോളുടെ പി ആർ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ അവർക്ക് അവരെ മോളെ പറ്റി പറയുമ്പോൾ അവർക്ക് ഭയങ്കര അത് അവർക്ക് കൊള്ളുന്നുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, അപ്പോൾ ജിസൈലിനെയും ആര്യനെയും പറ്റിയിട്ടുള്ള പ്രോബ്ലം അതുണ്ടോന്നോ ഇല്ലയോന്നോ നമുക്കറിയില്ല. എന്താണെങ്കിലും അതുണ്ടായപ്പോൾ ഈ അനുമോളെ പി ആർ എന്തൊക്കെ കാട്ടിക്കൂട്ടിയുണ്ട്. ഒരു 10-15 ദിവസം ഇത് തന്നെയായിരുന്നു. ഇപ്പോഴും അത് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇത് മാറിയിട്ടേ ഇല്ല. അപ്പോൾ ഇവരിതിൽ പറയുന്നത് ഒരു പെൺകുട്ടീൻ്റെ ജീവിതമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. അപ്പോൾ ഇവർക്ക് മാത്രമുള്ള ആ ഒരു പ്രശ്നം എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ? അച്ഛനും അമ്മയും മക്കളും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അനുമോളെ എക്സ് ലവർ അവിടെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു, ജീവൻ. അപ്പോൾ ഇത്രയും ദിവസം ഇവർക്ക് പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ആ ജീവൻ വന്നതിന് ശേഷമാണ് ആൾക്കാർ ഓരോന്നിടാൻ തുടങ്ങിയത്. ജീവനാണ് ഇൻ്റർവ്യൂ കൊടുത്തത് ആളുകൾക്ക്. അത് ഓരോരുത്തർ ഇടുന്നുണ്ട്. ജീവൻ അതിൽ പറഞ്ഞത് അനുമോൾ അങ്ങനെ തൊട്ടാ പൊട്ടുന്ന കരച്ചിലൊന്നുമുള്ള ആളല്ല, കരയും, പക്ഷെ പെട്ടെന്ന് കരയൊന്നുമില്ല. അത്രയും സങ്കടം വന്നാൽ മാത്രമേ കരയുള്ളൂ ആണ് ജീവൻ പറഞ്ഞത്. അവന് നന്നായിട്ട് അവളെ അറിയാം. അപ്പോൾ അവളെ സ്വഭാവം അവൻ പറഞ്ഞിട്ടുണ്ടായില്ല. ഇത് കുറേ ഫാൻസ് ഉണ്ട്, വെറുതെ വോട്ട് ചെയ്യുക. അല്ലേ അനുമോൾ എന്ത് ഗെയിമാണ് അവിടെ കളിക്കുന്നത്? ഒരു ടാസ്കും ഇതുവരെ വിന്ന് ചെയ്തിട്ട് കണ്ടിട്ടേ ഇല്ല. ആദ്യം കുറേ ഇമോഷണൽ ഡ്രാമയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് കയറിപ്പോയി. ഇപ്പം അതുമില്ല. ഓൺലി പേഴ്സണൽ സപ്പോർട്ട് കൊണ്ട് മാത്രം. അത് ഈ സീരിയൽ മാനിയെ പിടിച്ച കുറേ ആൾക്കാരില്ലേ. അപ്പോൾ ലാലേട്ട എപ്പോഴും പറയലുണ്ട് നല്ല ഗെയിമേഴ്സിന് വോട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അനുമോൾ ഗെയിം ഒന്നും കളിച്ചില്ലെങ്കിലും ടാസ്ക് വിജയിച്ചില്ലെങ്കിലും ടോപ്പ് 5 എത്തേണ്ടാവും. എന്തുകൊണ്ടാണ്? പേഴ്സണൽ വോട്ട് കൊണ്ട്. അപ്പോൾ ഇവർ ഇപ്പോൾ പുറത്തിറങ്ങിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എന്താ അറിയോ, അനീഷ് ചിലപ്പോൾ വിന്നറാവുമെന്ന് ഇവർക്ക് ഡൗട്ട് അടിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇവർക്ക് ആരോ പറഞ്ഞു കൊടുത്തതായിരിക്കും ഇങ്ങനെ ഒരു ഇതിൽ കളിച്ച് നോക്കാമെന്നുള്ളൊരു ഡ്രാമ കളിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും ദിവസം ഇവർ പുറത്ത് ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ എന്നെ സംബന്ധിച്ചിപ്പോൾ ആര് ജയിച്ചാലും നമുക്കൊരു കുഴപ്പമില്ല. നമുക്കിപ്പോൾ ആരെയും അറിയുന്ന ആൾക്കാരില്ല. നമ്മൾ പിന്നെ ഓരോരുത്തരെയും ഇങ്ങനെ കളി കാണുന്നുണ്ടെന്നുള്ളൂ. അനീഷ് നല്ല ഗെയിമർ തന്നെയാണ്. അനീഷ്, അക്ബർ, ഷാനവാസ്, ആര്യനും നല്ല ഗെയിമറാണ്. അപ്പോൾ ഇവരെ മോളെ പറ്റി പറഞ്ഞപ്പോൾ ഇവർക്ക് കൊണ്ടു. അതും പി ആർ അല്ല പറയുന്നത്. അത് പറയുന്നത് ജീവനാണ് പറയുന്നത്. എന്തായാലും ഇവർ അനീഷിനെ വിൻ ചെയ്യുന്നുള്ളൊരിത് കിട്ടി ഇവർക്ക്. അപ്പോൾ അതിനുള്ളൊരു ഡ്രാമയായിട്ട് ഇതിന് കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ആര്യനെയും ജിസൈലിനെ എത്ര പ്രാവശ്യം എന്തൊക്കെ പറഞ്ഞിട്ട് പി ആർ. അപ്പോൾ അവർക്ക് പി ആറോട് അന്ന് പറഞ്ഞുകൂടായിരുന്നു പെൺകുട്ടീൻ്റെ ജീവിതം അങ്ങനെ പറയാൻ പാടില്ല. എന്നിട്ടിപ്പോൾ പുതിയ ഡ്രാമയും കൊണ്ട് വന്നിരിക്കുക അവർ വീട്ടുകാർ. അപ്പോൾ അനുമോൾ ആദ്യം പറയുന്നുണ്ടായിന് എൻ്റെ ചേച്ചി തീരെ ക്യാമറയ്ക്ക് പോസ് ചെയ്യൂല, ഭയങ്കര ഷൈ ആണ്, അതാണ് ഇതാണ് എന്നൊക്കെ. അത് തന്നെ കള്ളത്തരാ. ഈ ചേച്ചി എന്ന് പറയുന്ന ആൾ നല്ലോണം സംസാരിക്കുന്നുണ്ടല്ലോ. വെറുതെ കളവ് പറഞ്ഞിട്ട് ഇമോഷണൽ വോട്ട് നേടാനുള്ള പരിപാടി ഇതെന്ന് എനിക്ക് തോന്നുന്നത്. ശരിക്കും സിൻസിയറായിട്ട് ഗെയിം നോക്കി വോട്ട് ചെയ്യുക, അതാണ് ശരിക്കും വേണ്ടത്. അങ്ങനെ നല്ല ഗെയിമേഴ്സ് വിൻ ചെയ്യട്ടെ.